Okay. So tsunami എന്തുവായിരുന്നു പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി നോർമൽ വേവ് തന്നെയാണ്. ബട്ട് ആ വേവിന് കുറച്ച് മാഗ്നിറ്റ്യൂഡൊക്കെ കൂടുന്നു, ഹൈറ്റ് കുറച്ച് കൂടുന്നു, ഡാമേജിങ് എഫക്റ്റ് കൂടുന്നു, അങ്ങനെ ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ട് അതിന്. ക്ലിയർ? സോ ഐഡിയലി ഒരു ഓഷ്യനിൽ വേവ് എങ്ങനെയാണ് ജനറേറ്റ് ആവുക? സോ പ്ലീസ് ടെൽ മി വാട്ട് ഈസ് എ വേവ്? ഈസ് ഇറ്റ് എ ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഓർ ട്രാൻസ്മിഷൻ ഓഫ് എനർജി? ട്രാൻസ്മിഷൻ ഓഫ് എനർജി, റൈറ്റ്? വെള്ളം മൂവ് ചെയ്യുന്നുണ്ടോ വേവിൽ? ഉണ്ടോ? അതോ എനർജി മാത്രമേ ഉള്ളൂ? അപ്വേർഡ് മൂവ്മെൻറ്റ് ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് വെള്ളത്തിനുണ്ടോ വേവിൽ? ഇല്ല, ഉണ്ട്. But the movement is very slow. Wave moves faster, that is energy transmission takes place faster, but the particle motion is relatively very slow. So അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, suppose this is my water inside the ocean. Suppose this is my water inside the ocean. ഇങ്ങനെ സ്മൂത്ത് ആയിട്ടാണോ കിടക്കുക? അല്ല. The reason is wind blows above this particular water. So when wind blows over the water, it pushes the water. As a result of this push, എവിടെയെങ്കിലും കുറച്ച് താരും എവിടെയെങ്കിലും കുറച്ച് വെള്ളം പൊങ്ങും. So that creates a initial disturbance. That is എന്തോ ഉണ്ടാക്കുന്നത്? ഈ ഒരു ക്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് as a result of wind. ഇനി ക്രസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ what will happen? This was my wind which is creating this crust. Now as a result of this formation, water is now elevated. So can I say the gravity will start pulling it down? ഒരു സാധനം പൊങ്ങി വന്നാൽ ഗ്രാവിറ്റി നാച്ചുറലി എന്നെ താഴോട്ട് വിളിക്കും. സോ അണ്ടർ ദി എഫക്റ്റ് ഓഫ് ദീസ് ടു തിങ്സ്, വിൻഡ് ആൻഡ് ഗ്രാവിറ്റി, ദി വേവ് വിൽ കണ്ടിന്യൂ ടു പ്രൊപ്പഗേറ്റ് ഇൻ ദി ഓഷ്യൻ. So these are the two basic reasons why you have wave inside the ocean. You have your wind and you have your gravity. Clear? ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. വൺ ഈസ് ഹൊറിസോണ്ടൽ ഫോഴ്സ്, ദാറ്റ് ഈസ് വിൻഡ്. സെക്കൻഡ് ഈസ് വെർട്ടിക്കൽ ഫോഴ്സ്, ദാറ്റ് ഈസ് യുവർ ഗ്രാവിറ്റി. സോ അണ്ടർ ദിസ് എഫക്റ്റ് ഇതിനകത്ത് പാർട്ടിക്കൽ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഈസ് മൈ പാർട്ടിക്കൽ അല്ലെങ്കിൽ സംതിങ് ഈസ് ഫ്ലോട്ടിംഗ് ഓവർ ഇറ്റ്, ദിസ് വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ് ലൈക്ക് ദിസ്. കാരണം വെർട്ടിക്കൽ ഫോഴ്സും ഉണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സും ഉണ്ട്. സോ ആ പാർട്ടിക്കൽ നേരെ വേവിൻ്റെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമല്ല, വേവ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ വേവ് അതിനകത്ത് കിടക്കുന്ന പാർട്ടിക്കിൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ്. പാർട്ടിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ പാർട്ടിക്കൽ ആകാം, എന്തെങ്കിലും വേറെ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സപ്പോസ് ഇതിൻ്റെ അടിയിൽ വേറെ ഒരു മെറ്റീരിയൽ ഉണ്ട്. Can I say wind is active over the surface and as I go deeper and deeper, the effect of wind will decrease? So ഇവിടെ ഒരു പാർട്ടിക്കൽ ഉണ്ടെങ്കിൽ അതും മൂവ് ചെയ്യും, ബട്ട് അത്രയും മൂവ് ചെയ്യില്ല, ഇത്രയും മൂവ് ചെയ്യുള്ളൂ. അതിൻ്റെ അടിയിൽ ഒരു പാർട്ടിക്കൽ ഉണ്ടെങ്കിൽ അത് അത്രയും മൂവ് ചെയ്യുള്ളൂ. ഇതിൻ്റെ അടിയിലുണ്ടെങ്കിൽ ഇത്രയും മൂവ് ചെയ്യുള്ളൂ, ഇതിൻ്റെ അടിയിൽ മൂവ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ബിയോണ്ട് എ സർട്ടൻ ഡെപ്ത് ദർ ഈസ് നോ ഫർദർ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. Up to a certain limit, the particles move. It can be 50 meters, it can be 100 meters based on the strength of the wind. Clear? So wind എങ്ങനെ തുടങ്ങിയത്? Wind starts with respect to this wave എങ്ങനെ തുടങ്ങിയത്? With respect to wave and counter effect by gravity. So that's how it starts. ഇനി സുനാമിയിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഈ വിൻഡിന് പകരം വേറെ ആരോ ആണ് തുടങ്ങുന്നത്. വേറെ ആരോ എന്ന് വെച്ചാൽ ആരായിരിക്കാം? It can be a strong earthquake in this area, epicenter ഇവിടെ വരാം. So that will suddenly push the water here. അതാകാം. You can have a strong volcanic eruption in this particular area. വെള്ളത്തിനെ push ചെയ്യാം. You can have a strong nuclear explosion inside. You can have a meteoritic strike over the surface. So എന്ത് വേണേലും ആകാം, ഒരു ഡിസ്റ്റർബൻസ് വേറെയാണ്. നോർമൽ കേസിൽ വിൻഡാണ്, സുനാമി വരുമ്പം വേറെ ആരോ സ്ട്രോങ് ഇൻറ്റൻസ് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഹൂ ഇസ് ദാറ്റ് സ്ട്രോങ് ഇൻറ്റൻസ് ഡിസ്റ്റർബൻസ് ക്രിയേറ്റർ? ഇറ്റ് ക്യാൻ ബി യുവർ earthquake, ഇറ്റ് ക്യാൻ ബി യുവർ volcanic eruptions, it can be your undersea explosions because of this anthropogenic conditions, it can be your meteoritic strikes, it can be landslides inside the ocean, any of the disturbance that can lead to tsunamis. It is not wind. Clear? ഇനി സുനാമീസിൻ്റെ നേച്ചർ മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദി നേച്ചർ ഓഫ് എ നോർമൽ വേവ്. നമ്മൾ പറയാറുണ്ട് ഉൾക്കടലിൽ പോയി കഴിഞ്ഞാൽ ഡീപ്പർ ഓഷ്യനിൽ ദി വേവ് ഈസ് വെരി ജെൻറ്റിൽ ആൻഡ് വി റീച്ച് ദി കോസ്റ്റ് ലൈൻ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി റഫ്. ശംഖുമുഖം കോസ്റ്റ് ലൈനിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി റഫ്. വൈ ഈസ് ദാറ്റ്? വൈ ഡസ് ദാറ്റ് ഹാപ്പൻ? സോ യെസ്, ഈ തിരമാല ലാസ്റ്റ് വന്ന് കയറുന്ന കണ്ടിട്ടില്ലേ? വേവ് ബ്രേക്സ്, അതിങ്ങനെ പൊട്ടി വീഴുവാണ്. എന്തുകൊണ്ടാണ് പൊട്ടി വീഴുന്നത്? സംതിങ് ലൈക്ക് ദിസ്. യെസ്,
ബാരിയർ യെസ് ഇൻ എ വേ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അവിടെ. സോ ഇൻ എ വേ സി ഹിയർ ഡീപ്പർ ഓഷ്യനിൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഡെപ്ത് ഒരുപാടുണ്ട്. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് വെരി ജെൻറ്റിൽ വേവ് ലെങ്ത്. ഈ വെരി ജെൻറ്റിൽ വേവ് ലെങ്ത് പറയുമ്പം ദിസ് ക്യാൻ ബി 50 കിലോമീറ്റേഴ്സ്. ദിസ് ഈസ് യുവർ വേവ് ലെങ്ത്, രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇറ്റ് ക്യാൻ ബി 100 കിലോമീറ്റേഴ്സ്. സുനാമി സമയത്ത് ഇറ്റ് ക്യാൻ ബി 300 കിലോമീറ്റേഴ്സ് ഓർ മോർ. അത്രയും ലാർജ് വേവ് ലെങ്ത് ആണ് ഡീപ്പ് ഓഷ്യനിൽ. സോ അത്രയും ലാർജ് വേവ് ലെങ്ത് ആകുമ്പോൾ ഇറ്റ് ഈസ് വെരി സ്മൂത്ത്, യു കനോട്ട് ഫീൽ ദി ഡിസ്റ്റർബൻസ്. ബട്ട് ആസ് ഇറ്റ് അപ്രോച്ചസ് ദി കോസ്റ്റ് ലൈൻ, സി ഈ സാധനം ഇവിടെ വന്ന് കയറുവാണ്. ഇവിടെ വന്ന് കയറുമ്പം ക്യാൻ ഐ സേ അടിയിൽ ഇനി സ്ഥലമില്ല, അടിയിൽ സ്ഥലമില്ലപ്പോൾ അത്രയും എനർജി അതിന് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. സോ വാട്ട് ഹാപ്പൻ, ഇതിന് ഇത്രയും വലിയ വേവ് ലെങ്ത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല അവിടെ. സോ നാച്ചുറലി ദി വേവ് വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ് ഇറ്റ്സ് ഹൈറ്റ്. കോസ്റ്റൽ ഏരിയ എത്തുമ്പോൾ എന്താ സംഭവിക്കുക, അത്രയും കൂടുതൽ എനർജി കൊണ്ടുപോകണം, അത്രയും കൂടുതൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇത്രയും ലോങ് വേവ് ലെങ്ത്തിനുള്ള സ്ഥലം അവിടെ ഇല്ല. സോ നാച്ചുറലി ഡെപ്ത് കുറഞ്ഞു, ഡെപ്ത് കുറഞ്ഞപ്പോൾ ആ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങി. നൗ വാട്ട് ഹാപ്പൻസ്, സി ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഹൈറ്റ് ഇങ്ങനെ ഇൻക്രീസ് ആവുകയാണ്. വേവിൻ്റെ ഹൈറ്റ് ഈസ് ഇൻക്രീസിങ് ലൈക്ക് ദിസ്. യെസ് ഓ നോ? അടിയിലാരാണ്? ഇറ്റ് ഈസ് യുവർ സീ ഫ്ലോർ. ക്യാൻ ഐ സേ ദർ ഇസ് സം ഫ്രിക്ഷൻ ഹിയർ? Water is trying to move towards this direction and it is attached to the land mass, that is ocean bottom. So there is a friction between the water here and the land mass here. വെള്ളവും ലാൻഡും തമ്മിൽ ചെറിയൊരു ഫ്രിക്ഷൻ. യെസ് ഓ നോ? ആ സെയിം ഫ്രിക്ഷൻ ഇവിടെ ഉണ്ടോ? അപ്പർ പാർട്ട് ഓഫ് ദി വേവ് ഇറ്റ് ഈസ് വെരി ഹൈ, അവിടെ ഫ്രിക്ഷൻ കുറവാണ്. താഴെ ഇറ്റ് ഈസ് അറ്റാച്ച് ടു ദി ലാൻഡ്, അവിടെ ഫ്രിക്ഷൻ കൂടുതലാണ്. സോ ഫ്രിക്ഷൻ കാരണം എന്ത് സംഭവിക്കും ടു വെലോസിറ്റി? Friction decreases the velocity, yes or no? ആണോ? Yes. So താഴത്തെ പോർഷനിൽ can I say the friction is higher, as a result of that velocity will come down? മേളത്തെ പോർഷനിൽ I can say friction is less, as a result velocity will be higher than this. വരില്ലേ? സോ അവിടെ എന്താ സംഭവിച്ചത്, വിത്തിൻ സെയിം വേവ് there is differential velocity. മേളത്തെ പോർഷൻ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു, താഴത്തെ പോർഷൻ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. സോ വാട്ട് വിൽ ഹാവ് അക്കോർഡിംഗ്ലി? ഡിഫറൻഷ്യൽ വെലോസിറ്റി ആകുമ്പം ഇത് കുറച്ച് മുന്നോട്ട് കയറി പോകില്ലേ, ഇത് കുറച്ച് പതുക്കെ വരുള്ളൂ. സോ ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്, ഈ പറഞ്ഞ വേവ് ഐഡിയലി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ദേ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇത് ചെറുതായിട്ട് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ചരിഞ്ഞു തുടങ്ങും. എന്തുകൊണ്ടാണ് ചരിയുക? ബിക്കോസ് മേളത്തെ പോർഷനിൽ ഫ്രിക്ഷൻ കുറവാണ്, ദാറ്റ് ഈസ് മൂവിങ് അഹെഡ്. ഫൈനലി ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ് എത്തിക്കഴിയുമ്പം ഇറ്റ് വിൽ സിംപ്ലി ബ്രേക്ക് ഹിയർ. ഇവിടെ ഇത് പൊട്ടി അങ്ങ് താഴോട്ട് അങ്ങ് വീഴും. ആൻഡ് ദാറ്റ് ഈസ് യുവർ വേവ് ബ്രേക്ക്. അവിടെയാണ് എനർജി റിലീസ് ആവുക. ക്ലിയർ? സോ ഡെപ്ത് കുറയുന്നതിനനുസരിച്ച് എന്തോ സംഭവിക്കുക, വേവ് ഹൈറ്റ് ഇൻക്രീസസ്. വേവ് ഹൈറ്റ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി ഡിഫറൻസ് ആണ് സിംഗിൾ വേവിനകത്ത്. ദാറ്റ് ലീഡ്സ് ടു ടിൽറ്റിംഗ് ഓഫ് വേവ് ആൻഡ് ഫൈനലി ദി വേവ് ബ്രേക്സ്. ക്ലിയർ? ഇനി നമുക്ക് എന്താണ് ആക്ച്വലി മനസ്സിലാക്കാനുള്ളത്, ഇവിടുത്തെ വേവ് ലെങ്ത് എത്ര വലുതായിരിക്കും, ഇവിടുത്തെ വേവ് ഹൈറ്റ് അത്രയും കൂടുതലായിരിക്കും. സുനാമിയിൽ എന്താ ഉണ്ടാകുന്നത്, ഈ വേവ് ലെങ്ത് ഒരുപാട് സ്ട്രോങ് ആണ്, ഒരുപാട് വലുതാണ്, മോർ ദാൻ 300 കിലോമീറ്റേഴ്സ് ഒക്കെ വരാറുണ്ട്. അത്രയും സ്ട്രോങ് വേവ് ലെങ്ത് വരുമ്പം ഇവിടെ വരുമ്പം ആ ഹൈറ്റ് അത്രയും കൂടും. ഹൈറ്റ് എത്രയും കൂടും അത്രയും സ്ട്രോങ് വേവ് ബ്രേക്ക് ആയിരിക്കും. എത്ര സ്ട്രോങ് വേവ് ബ്രേക്ക് ആയിരിക്കും അത്ര സ്ട്രോങ് എനർജി റിലീസ് ആയിരിക്കും, അത്ര സ്ട്രോങ് അറ്റാക്ക് ആയിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? വൺ മോർ തിങ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡീൽ ചെയ്യാനുള്ളത്, കോസ്റ്റ് ലൈനിൻ്റെ ഷേപ്സ് ദേ ഓൾസോ അഫക്ട്സ് ദി സ്ട്രെങ്ത് ഓഫ് ദി വേവ്, അല്ലെങ്കിൽ സ്ട്രോങ് നേച്ചർ ഓഫ് ദി വേവ് ബ്രേക്ക്. ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്? കണ്ടിട്ടുണ്ടോ? ഓക്കെ, മാംഗ്രൂവ്സ് ഉള്ളിടത്ത് മീൻസ് മാംഗ്രൂവ്സ് ഉള്ളപ്പോൾ അതിൽ തട്ടിയിട്ട് വേവ് കുറച്ചുകൂടെ ഇനീഷ്യലി ബ്രേക്ക് ആയിട്ടാണ് എത്തുക. സോ അത് വീക്ക് ആവും. വേറെ എന്തെങ്കിലും അതൊരു ഒബ്സ്ട്രക്ഷനാണ്, അതൊരു നാച്ചുറൽ ബാരിയറാണ്. അത് വിട്, ഞാൻ നാച്ചുറൽ കോസ്റ്റ് ലൈനിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് പറഞ്ഞത്. യെസ്, ട്രീ, റീഫും മാംഗ്രൂവ്സ് ഒക്കെ സിമിലർ, ദേ ആർ ഒബ്സ്ട്രക്ഷൻസ്. ഇനിഷ്യലി തന്നെ വേവ് ഒന്ന് വീക്ക് ആയിട്ടാണ് മുന്നോട്ട് പോവുക. അത് വിട്, നാച്ചുറൽ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റം കാരണം എന്തെങ്കിലും വരുന്നുണ്ടോ? ഹൗ മെനി ഓഫ് യു വിസിറ്റഡ് ദിസ് ശംഖുമുഖം? വേവ് കണ്ടിട്ടുണ്ടല്ലോ. കോവളം വേവ് കണ്ടിട്ടുണ്ടല്ലോ. രണ്ടും ഒരേപോലെയാണോ? എന്താണ് ഡിഫറൻസ്? അല്ല, ക്ലിഫ് വിട്ടുകള. വേവിൻ്റെ സ്ട്രെങ്ത്തിൽ എന്താണ് വ്യത്യാസം? കോവളത്തിൽ കുറച്ച് വെള്ളത്തിനകത്തോട്ട് കയറിപ്പോവാം, കുളിക്കാൻ തിരിച്ചു വരാം. ശംഖുമുഖത്ത് നടക്കുമോ? ഹൗ മെനി ഓഫ് യു ഹാവ് വിസിറ്റഡ് ഗോവ? കുറേ കൂടെ ഉള്ളിലോട്ട് പോയിക്കൂടെ? കോവളത്തിനെക്കാട്ടി സ്മൂത്ത് അല്ലേ? വൈ? What is the basic difference? All three beaches that I have mentioned, that is Goa, Shangmugam, Kovalam, all are on the western coastline of India.
then why the strength of wave is different? Shape of coastline, that is നിങ്ങളുടെ ഗോവ coastline bottom, it is something like this. കോവളത്തിൻ്റെ bottom, it is slightly more steeper. Shangmugam, it is even more steeper. അപ്പം ഈ സ്റ്റീപ്നെസ് എത്രയും പെട്ടെന്ന് കൂടുന്നു അത്രയും പെട്ടെന്ന് ആ വേവ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങും. വേവ് ഹൈറ്റ് എത്രയും സ്ട്രോങ് ആവും അത്രയും സ്ട്രോങ് വേവ് ബ്രേക്ക് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇവിടെ ഗോവയിൽ നടക്കുന്നത് വെരി സ്മൂത്ത് വേവ് ഇൻ ദി ഡീപ്പർ ഓഷ്യൻ. അത് കരയിലെത്തുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ഡിസ്റ്റർബൻസ് ഒക്കെ ആയി മാറുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ചുകൂടെ സഡൻ ചേഞ്ച് ആകുമ്പോൾ ഡീപ്പർ ഓഷ്യൻ ഇവിടെ വരുമ്പം ഹൈറ്റ് കുറച്ചുകൂടെ കൂടുന്നു, സ്ലൈറ്റ്ലി മോർ അറ്റാക്കിങ്. ശംഖുമുഖം എത്തുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നല്ല റഫാണ്, ഇവിടെ പെട്ടെന്ന് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ദിസ് വേവ് ബ്രേക്ക് ബിക്കംസ് വെരി സ്ട്രോങ്. സോ ദിസ് ഷേപ്പ് ഓഫ് ദി ഓഷ്യൻ ബെഡ് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ ദാറ്റ് ഡിസൈഡ്സ് ദി നേച്ചർ ഓഫ് വേവ് ബ്രേക്ക്. ജെൻറ്റിൽ ബീച്ച് ആണെങ്കിൽ, ജെൻറ്റിൽ കോസ്റ്റ് ലൈൻ ആണെങ്കിൽ അത്ര സ്ട്രോങ് അറ്റാക്ക് അവിടെ ഫീൽ ചെയ്യില്ല. ദിസ് സ്റ്റീപ്നെസ് ഒരുപാട് കൂടുതലാണെങ്കിൽ ദി അറ്റാക്ക് വിൽ ബി വെരി സ്ട്രോങ് ദെയർ. ഇസ് ദാറ്റ് ക്ലിയർ? പക്ക? ഓക്കെ. ഇനി ഈ സുനാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സുനാമി ഈസ് ഓൾസോ റെഫേർഡ് ആസ് വേവ് ട്രെയിൻ അല്ലെങ്കിൽ സുനാമി വേവ് ട്രെയിൻ. വാട്ട് ഈസ് ദാറ്റ് സുനാമി വേവ് ട്രെയിൻ? ഒരു വേവ് അല്ല വരിക, യു ഹാവ് സീരീസ് ഓഫ് വേവ്സ്. ഒരു വേവ് വന്നു, അത് കഴിഞ്ഞ് ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വേവ് വന്നു, വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വേവ് വന്നു. ഇറ്റ് ക്യാൻ ബി എ സീരീസ് ഓഫ് 10 or more വേവ്സ്. ക്ലിയർ? പല ഡിഫറെൻറ്റ് വേവ്സ് ആയിട്ടാണ് സുനാമി അറ്റാക്ക് ചെയ്യുക, ഒരു വേവ് അല്ല. വൈ? യെസ്, ഡിസ്റ്റർബൻസ് ഒരുപാട് വട്ടം വരുന്നുണ്ടോ കടലിൽ? ഒരു എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മേജർ ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടാകുന്നുള്ളൂ, ഒരു മേജർ ഷോക്ക്. അത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വേവ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ലേക്കിൽ ഒരു കല്ലെടുത്തെറിയുന്നു, ഒരു വേവേ വരത്തുള്ളോ സീരീസ് ഓഫ് വേവ്സ് വരുമോ? ദാറ്റ്സ് ഓൾ. ഒരു വട്ടം വെള്ളം ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു സ്റ്റെബിലൈസ്, റൈറ്റ്? യു വിൽ ഗെറ്റ് സീരീസ് ഓഫ് വേവ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് വേവ് ട്രെയിൻസ്. ക്ലിയർ? സീരീസ് ഓഫ് വേവ് കണ്ടിന്യൂ ചെയ്യും. Now my question is, suppose I am getting 10 waves, 10 successful waves as a result of tsunami. ഒരു വേവ് earthquake ഉണ്ടായി, അത് കഴിഞ്ഞ് 10 വേവ് സീരീസ് ആയിട്ട് വരുവാണ്. Which one will be the most damaging? First or second or third or last? Which one will be the most damaging if 10 successive waves are reaching the coastline? Which will be the most damaging wave? Last one? First one? We cannot say that. It can be third one, it can be fifth one, it can be eighth one. Any of them can be damaging. Any of them can be stronger, any of them can be weaker. Why? Yes. The reason is ഇത്രേ ഉള്ളൂ. So this is my ocean bottom നമ്മൾ പറഞ്ഞു. ക്ലിയർ? ഇവിടെ നടക്കുന്ന എന്താണ്? ഓഷ്യനകത്ത് ദി വേവ് ലെങ്ത് ഈസ് വെരി സ്മൂത്ത് ആണല്ലോ. നൗ സുനാമി വേവ്സിൻ്റെ വേവ് ലെങ്ത് എത്ര വരെ പോവാം? 300 or more kilometers വരെ പോവാം. നൗ ഈ കോസ്റ്റ് ലൈനിൽ ഏത് ഏരിയ ആണ് വേവിൻ്റെ വന്നെത്തുക? ഈസ് ഇറ്റ് ദി റൈസ് ഇറ്റ് ഈസ് റീച്ചിങ് ഓർ ഈസ് ഇറ്റ് ദി ഫോൾ ദാറ്റ് ഈസ് റീച്ചിങ് ദി കോസ്റ്റ് ലൈൻ? ഈ റൈസ് ഏരിയ വന്ന് റീച്ച് ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ വേവ് ഹൈറ്റ് ഒരുപാട് കൂടും, ഒരുപാട് സ്ട്രോങ് ഡാമേജിങ് ഉണ്ടാവും. അതർവൈസ് ഇഫ് സപ്പോസ് വി സേ ഇവിടെ നോക്കാനാണെങ്കിൽ ഈ ഫോൾ ആണ് ബീച്ചിൽ വന്ന് കയറുന്നത്. ഈ ഫോൾ ആ ബീച്ച് ലൈനിൽ വന്ന് കോസ്റ്റ് ലൈനിൽ വന്ന് കയറുന്നെങ്കിൽ അത്രയും സ്ട്രോങ് ഹൈറ്റ്സ് ഉണ്ടാവില്ല. സോ എന്താ നമ്മൾ പറഞ്ഞത്? ദി വേവ് ലെങ്ത് ഈസ് വെരി ഹൈ, 300 kilometers ഒക്കെ എത്താം. ആ വേവ് ലെങ്ത്തിൻ്റെ ക്രസ്റ്റ് ആണെങ്കിൽ ഈ കോസ്റ്റ് ലൈനിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ക്രസ്റ്റ് ആണെങ്കിൽ ദി ഡേഞ്ചറസ് ഡാമേജിങ് നേച്ചർ ഓഫ് വേവ് it will be very high, it will be very strong, the height will be very high. If the fall of the wave reaches the coastline, it will be relatively weaker. So നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജനറലി ഏതാണ് വന്ന് കയറുക അതിനനുസരിച്ചായിരിക്കും സ്ട്രെങ്ത് ഓഫ് ദി വേവ് ഡിസൈഡ് ആവുക. ക്ലിയർ? സോ സുനാമി നമ്മൾ എന്താ പറഞ്ഞത്? സുനാമി എങ്ങനെ ഒറിജിനേറ്റ് ആവുക? ദി റീസൺ ക്യാൻ ബി യുവർ എർത്ത് ക്വേക്ക് ഇൻസൈഡ് ദി ഓഷ്യൻ. ഒരു ഓഷ്യനകത്ത് എർത്ത് ക്വേക്ക് ജനറേറ്റ് ആയി. എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വേക്ക് ദി വാട്ടർ moves upward, it gradually lifts up. വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ആംപ്ലിറ്റ്യൂഡ് ക്രിയേറ്റ് ആയി. ആംപ്ലിറ്റ്യൂഡ് ക്രിയേറ്റ് ആകുമ്പോൾ നൗ ഇറ്റ് വിൽ അറ്റംപ്റ്റ് ടു റിട്രീറ്റ് ബാക്ക്.
ഇനി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് സുനാമി വരുന്നതിന് മുന്നേ വെള്ളം വലിയാറുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? കടലിൽ ഇത്രയും വലിയൊരു ആംപ്ലിറ്റ്യൂഡ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കടലിൽ ഇത്രയും വലിയ ആംപ്ലിറ്റ്യൂഡ്സ് ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ നാച്ചുറലി ആ വെള്ളത്തിൻ്റെ സപ്ലൈ അടിയിൽ നിന്ന് വരുന്നുണ്ടോല്ലോ? ഇല്ല. ഭൂമിക്കടിയിൽ നിന്ന് സപ്ലൈ ഉണ്ടോ അവിടെ? ഇല്ല. സോ കടലിൽ അകത്തൊരു ആംപ്ലിറ്റ്യൂഡ് പൊങ്ങുന്നുണ്ടെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് അത്രയും പൊങ്ങുന്നതിനെ കൗണ്ടർ എഫക്റ്റ് ചെയ്യാൻ അവിടെ നിന്ന് വെള്ളം വരും, കോസ്റ്റൽ ഏരിയ എന്നുള്ള വെള്ളം അങ്ങോട്ട് കയറി വരും. സോ ഇനിഷ്യലി ഇവിടെ പൊങ്ങുന്നതിൻ്റെ റിസൾട്ടായിട്ട് കോസ്റ്റ് ലൈനിലെ വെള്ളമാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുക, അത് ഇങ്ങോട്ട് കയറി വരും. ഇനി പൊങ്ങിക്കഴിയുമ്പം യു ഹാവ് എ ഹൈറ്റ്. ആസ് എ റിസൾട്ട് ഓഫ് ഹൈറ്റ് ഗ്രാവിറ്റി വിൽ പുൾ ഇറ്റ് ഡൗൺ. സോ ഇറ്റ് വിൽ അറ്റംപ്റ്റ് ടു റിട്രീറ്റ് ബാക്ക്. ആ റിട്രീറ്റിംഗ് വേവ് എന്ന് പറയുമ്പോൾ ഓഷ്യനിൽ നല്ല ലോങ് വേവ് ലെങ്ത് ആയിരിക്കും, കോസ്റ്റ് ലൈനിൽ എത്തുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ഇറ്റ് ഹൈറ്റ്. എത്ര വലിയ വേവ് ലെങ്ത് ആയിരിക്കും അത്രയും സ്ട്രോങ് വേവ് ഹൈറ്റ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഡാമേജിങ്. സോ നാച്ചുറലി സുനാമിയുടെ എൻഡിൽ ഇതാണ് സംഭവിക്കുക. ഹൈറ്റ് ആസ് ഇറ്റ് അപ്രോച്ചസ് ദി കോസ്റ്റ് ലൈൻ, ഹൈറ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്. അതിൻ്റെ കൂട്ടത്തിൽ ആ ടിൽറ്റ് ഫാക്ടറും കൂടെ അവിടെ വരും. ആസ് എ റിസൾട്ട് ഫൈനൽ എൻഡിൽ യു വിൽ ഗെറ്റ് ദിസ് പർട്ടിക്കുലർ വേവ് ബ്രേക്ക്. ദാറ്റ് ഈസ് ദി ലാസ്റ്റ് ഫേസ്. ക്ലിയർ? സോ സുനാമിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്? ഫസ്റ്റ് തിങ് വാട്ട് ഈസ് ദി റീസൺ ബിഹൈൻഡ് സുനാമി? ഫസ്റ്റ് തിങ്, വാട്ട് ഈസ് സുനാമി? ഇറ്റ് ഈസ് എ നോർമൽ വേവ്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ്, വാട്ട് ഈസ് ഇറ്റ്, ദിസ് ലിറ്ററൽ മീനിങ് സുനാമി? ഷോർ വേവ്സ്. യെസ്, കുറച്ചുകൂടെ ബെറ്റർ. ഹാർബർ വേവ്സ്. TSU മീൻസ് ദിസ് ഹാർബർ, നാമി മീൻസ് വേവ്. സോ ഇറ്റ് ഈസ് ഹാർബർ വേവ്സ് എന്നാണ് പറയുക സുനാമി. ക്ലിയർ? സോ സുനാമി എന്താണ്? ഇറ്റ്സ് ബേസിക്കലി ആ വേവ് തന്നെയാണ്. നോർമൽ വേവ്സ് എങ്ങനെയാണ് ജനറേറ്റ് ആവുന്നത്? It generates as a result of wind and continues as a result of the interplay between wind and gravity. അതാണ് നോർമൽ വേവ്. സുനാമി വേവ് എന്ന് പറയുമ്പോൾ ദി ഇനിഷ്യേഷൻ, ദി ഒറിജിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഈസ് സംതിങ് എൽസ്. വാട്ട് ഈസ് ദ സ്പാർക്ക്? ഇറ്റ് ക്യാൻ ബി എ സ്ട്രോങ് earthquake, it can be a volcanic eruption, it can be a meteoritic strike, it can be any anthropogenic blast or anything. So anything can be a trigger. So that will start your tsunami waves inside. Now this wave, they travel inside the ocean, in the deep ocean, as very long waves and they are smooth. As they approaches the coastline, their depth decreases. Depth decreases means height increases. That increasing height will gradually make the wave tilt. As a result, that will finally break, releasing huge amount of energy to the coastline. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? സുനാമി ഈസ് എ സീരീസ് ഓഫ് വേവ്. യു ഹാവ് സബ്സീക്വൻറ്റ് വേവ് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഒരു വട്ടം അടിച്ചിട്ട് പോയി, അങ്ങനെയല്ല. ഒരു വട്ടം വന്ന് പോയി, അടുത്തത് വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്തു, പോയി വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്തു. ഇറ്റ്സ് എ സീരീസ് ഓഫ് വേവ്സ്. 8, 10, 12, 15 വേവ്സ് വന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് സ്ട്രോങ് വേവ്സ് കയറി വരും. എങ്ങനെയാണ് സ്ട്രോങ് വേവ്സ് കയറി വരിക? വെൻ ദി ഹൈ ഏരിയ ഓഫ് ദി വേവ് റീച്ചസ് ദി കോസ്റ്റ് ലൈൻ, ദാറ്റ് വിൽ ബി യുവർ സ്ട്രോങ് അറ്റാക്സ്. ഇഫ് ദി റൈസ് കംസ് ടു ദി കോസ്റ്റ് ലൈൻ, ദാറ്റ് വിൽ ബി എ വീക്ക് അറ്റാക്ക്. ഇത്രയും മനസ്സിലാക്കുക. സോ സുനാമി പ്രോൺ ഏരിയാസ് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ഏതൊക്കെ പറയാം? അതിനെന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്? എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ അറിഞ്ഞാൽ പോലെ ഏകദേശം. യു നോ ദി എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയാസ്. കെൻ ഐ സേ ദിസ് ഈസ് ദി ബെസ്റ്റ് വൺ? ഓഷ്യനകത്ത് സുനാമി ഉണ്ടാവുന്നു ബിക്കോസ് സ്ട്രോങ് എർത്ത്ക്വേക്സ് ആർ ദെയർ ഇൻസൈഡ് ദി ഓഷ്യൻ. ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി അനദർ റീജിയൻ. സോ ഓഷ്യനകത്ത് വോൾക്കാനിക് എറപ്ഷൻസ് എർത്ത്ക്വേക്സ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ദാറ്റ് ക്യാൻ ബി സുനാമി പ്രോൺ ഏരിയാസ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സുനാമി വന്നത്? ദി റീസൺ ഈസ് ദിസ് ഏരിയ ഈസ് എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ. സോ ഇവിടെ എർത്ത്ക്വേക്ക് ജനറേറ്റ് ആവുകയാണെങ്കിൽ ദി വേവ് മൂവ്സ് ടുവേർഡ്സ് ദിസ് സൈഡ്. സോ ഐഡിയലി നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ കോസ്റ്റ് ലൈൻ ഈസ് മോർ പ്രോൺ ടു സുനാമി. നമുക്ക് 2004 സുനാമി ഓർമ്മയുണ്ട്. എവിടം വരെയാണ് കൂടുതൽ അറ്റാക്ക് ചെയ്തത്? മേ ബി അപ് ടു കൊല്ലം മാക്സിമം. ആലപ്പുഴയുടെ കുറച്ച് സദേൺ ഏരിയ. നോർത്തേൺ ഏരിയ വാസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ. കാരണം ഇവിടുന്ന് ജനറേറ്റ് ആവുന്ന വേവ് ഈ സൈഡിലോട്ടാണ് അറ്റാക്ക് ചെയ്യുക. സോ ഇവിടുന്ന് വരുന്ന വേവ് ഇങ്ങോട്ടങ്ങ് പോകും. But there was a recent report in the newspaper that yes, this area is also a very strong earthquake prone area. ഇവിടെ ഒരു സ്ട്രോങ് എർത്ത്ക്വേക്ക് വന്നു കഴിഞ്ഞാൽ യെസ് ഇറ്റ് ക്യാൻ അറ്റാക്ക് ദി വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യ ഓൾസോ. സോ ആർ വി സുനാമി പ്രോൺ? യെസ്, വി ആർ സുനാമി പ്രോൺ. 2004 വരെ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് വി കൺസിഡർ യെസ് വി ആർ സുനാമി പ്രോൺ. ഈ സൈഡിലും എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ ഉണ്ട്, ഈ സൈഡിലും എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ ഉണ്ട്. സോ സുനാമീസ് ക്യാൻ അറ്റാക്ക് ഇന്ത്യ. സോ ദാറ്റ് ക്യാൻ ബി എ മേജർ ഡിസാസ്റ്റർ വിത്ത് റെസ്പെക്ട് ടു ഇന്ത്യ. ഇസ് ദാറ്റ് ക്ലിയർ? ബട്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എവിടെയാണ്? ഇറ്റ് ഈസ് യുവർ ജപ്പാൻ, ഇന്തോനേഷ്യ ആൻഡ് ദിസ് സൗത്ത് ഈസ്റ്റേൺ ഇന്ത്യ, സൗത്ത് ഈസ്റ്റേൺ വേൾഡ്. സോ ദാറ്റ് ഈസ് ദി മോസ്റ്റ് സുനാമി പ്രോൺ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഈസ്റ്റേൺ സൈഡ്. സ്പെസിഫിക്കലി പറയാനാണെങ്കിൽ വെസ്റ്റേൺ പസഫിക്, ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സുനാമി പ്രോൺ ഏരിയ. ഇസ് ദാറ്റ് ക്ലിയർ? സുനാമി അത്രയും മതി നമുക്ക്. ആ ലൊക്കേഷൻ എവിടെയാണ്, എങ്ങനെ ഒറിജിനേറ്റ് ആവുന്നു, എങ്ങനെ അത് മൂവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് യുവർ സുനാമീസ്. ഇസ് ദാറ്റ് ക്ലിയർ? മുന്നോട്ട് പോകാം. വിൽ ഡീൽ വിത്ത് ദി ലാസ്റ്റ് ഏരിയ, ദാറ്റ് ഈസ് യുവർ വോൾക്കാനിസം.
Okay, so please tell me what is the difference between a volcano and volcanism? Difference between a volcano and volcanism. Volcano is a process, no? Volcanism is a process. So, volcanism is a entire process through which this activity goes on. Volcano is a place, location where it is erupting. If a volcanic eruption on we will say yes, this is a volcano. How it is erupting, that process is your volcanism. Clear? Okay, that is first difference, volcanism versus volcano. Second, what is the difference between a magma and lava? Yes. Surface lettunna lava adiyilanengi magma seriyano. So ideally we say if it remains inside its magma chamber, that is adinte storehouse evideyanu avade thanne adu irikkuvanengil we call it magma. Once it starts moving upwards, മേലോട്ട് travel ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് it is referred as your lava. അതിനി മേളിലെത്തണോ നിർബന്ധമില്ല, അതിൻ്റെ മെയിൻ ചേമ്പറിൽ നിന്ന് മേലോട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് വിൽ കോൾ ഇറ്റ് lava. That is the basic difference. Clear? ഒരു ബേസിക് ഡിഫറൻസ് കൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് ലാവ ആൻഡ് അസിഡിക് ലാവ, അല്ലെങ്കിൽ ബേസിക് മാഗ്മ ആൻഡ് അസിഡിക് മാഗ്മ. ദാറ്റ് ഈസ് ബേസിക് വേഴ്സസ് അസിഡിക്. What is the basic difference? Basic lava versus acidic lava. Any idea? ഈ അകത്തുനിന്ന് വരുന്ന വോൾക്കാനോയിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയൽ ഏതാണ്? യെസ്, അയൺ ആണോ? മഗ്നീഷ്യം നോ. സിലിക്ക ആണ് ജനറലി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, റൈറ്റ്? സിലിക്ക മെറ്റീരിയൽ, റോക്സ് ഒക്കെ മെൽറ്റ് ആയിട്ട് ആ സിലിക്ക മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ വോൾക്കാനിക് ഇറപ്ഷൻസ് ആയിട്ട് വരിക. നൗ സിലിക്കയുടെ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മാഗ്മ ആണെന്ന് മനസ്സിലാക്കി തരാൻ പോകുന്നത്. സിലിക്ക കൂടുതലാണെങ്കിൽ, ഒരുപാട് കൂടുതലാണെങ്കിൽ ജനറലി ഇറ്റ് വിൽ ബി അസിഡിക്. സിലിക്ക കുറച്ച് കുറവായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ അയൺ കണ്ടൻറ്റ് കൂടും. അയൺ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ബേസിക്. ക്ലിയർ? സോ മെയിൻ തിങ് ഈസ് യുവർ സിലിക്ക. സിലിക്ക ഡിസൈഡ്സ്. സിലിക്ക ബിയോണ്ട് എ സർട്ടൈൻ ലിമിറ്റ് ആണെങ്കിൽ, അസിഡിക്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 70% ഇറ്റ് ഈസ് സിലിക്ക. സോ അങ്ങനെ വരുമ്പം ഇറ്റ് ഈസ് ജനറലി അസിഡിക് ലാവ എന്നാണ് പറയുക. ബേസിക്കലി സിലിക്കയുടെ അമൗണ്ട് കുറച്ച് കുറയും, അതിനനുസരിച്ച് അയണിൻ്റെ കണ്ടീഷൻ കുറച്ച് കൂടും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഹിയർ ദി amount of iron present is higher than this one. ഇവിടെ the amount of silica present is higher than this one. So main thing silica. അവിടെ രണ്ട് സാധനം സ്റ്റാർ മാർക്കിൽ എഴുതിക്കോ. സിലിക്ക ഡിസൈഡ്സ് വിസ്കോസിറ്റി. സിലിക്ക ഡിസൈഡ്സ് വിസ്കോസിറ്റി, while iron decides density. While iron decides density. The meaning is silica കൂടുവാണെങ്കിൽ the lava will become more viscous. More viscous means easily flow or will not flow easily. Will not flow. Viscosity is the resistance to flow. So silica കൂടുവാണെങ്കിൽ resistance to flow ആയിരിക്കും. So ഈ രണ്ട് കേസിൽ which can easily flow? Basic can easily flow, acidic can not flow easily. So understood the basic difference. എന്താണ് അസിഡിക് വേഴ്സസ് ബേസിക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ വിസ്കോസിറ്റി കുറച്ച് കൂടുതലായിരിക്കും, ഇതിൽ റിലേറ്റീവ്ലി വിസ്കോസിറ്റി കുറച്ച് കുറവായിരിക്കും. That means I can say this can flow easily, this cannot flow easily. Is that clear? അതിനനുസരിച്ച് ഈ ഉണ്ടാവുന്ന വോൾക്കാനോയുടെ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റം വരുമോ? തിങ്ക് അബൌട്ട് ഇറ്റ്. യെസ്, എങ്ങനെയായിരിക്കും മാറ്റം വരിക? ലെസ് വിസ്കസ് ആണെങ്കിൽ കുറച്ച് സ്ഥലമേ എടുക്കുകയുള്ളൂ. യെസ് ഓർ നോ? അവിടെ തന്നെ സെറ്റിൽ ആവും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇറ്റ് ഈസ് എ എർത്ത് സർഫസ് ആൻഡ് യു ആർ ഹാവിങ് എ ക്രാക്ക് ഹിയർ. ഈ ക്രാക്കിലൂടെ ലാവ വന്നു. ഇത് ബേസിക് ആണെങ്കിൽ വിസ്കോസിറ്റി കുറവാണ്, സോ ഇറ്റ് ക്യാൻ സ്പ്രെഡ്, ഇറ്റ് ക്യാൻ ഫ്ലോ. അതിൻ്റെ മേളിൽ വീണ്ടും വരുവാണെങ്കിൽ അടുത്ത ലെയർ, വീണ്ടും വരുവാണെങ്കിൽ അടുത്ത ലെയർ. സോ ഇറ്റ് ജസ്റ്റ് ഫ്ലോസ് ലൈക്ക് ദിസ്. സോ ഐഡിയലി ഷേപ്പ് വിൽ ബി ലൈക്ക് ദിസ്. വിസ്കോസിറ്റി കൂടുതലുള്ളതാണെങ്കിലോ, ദാറ്റ് ഈസ് അസിഡിക് ആണെങ്കിലോ, സപ്പോസ് ദിസ് ഈസ് എ ക്രാക്ക്, ഇത് കൂടുതൽ ദൂരം സ്പ്രെഡ് ചെയ്യുമോ? ചെയ്യില്ല. സോ നാച്ചുറലി വി ക്യാൻ സേ ഇറ്റ് വിൽ മൂവ് അപ് ടു ദിസ് ഓൺലി. അതിൻ്റെ മേളിൽ അടുത്ത ലെയർ,
അതിൻ്റെ മേളിൽ അടുത്ത ലെയർ. സോ ക്യാൻ ഐ സേ ദി കോൺ വിൽ ബി റിലേറ്റീവ്ലി സ്റ്റീപ്പർ? ക്ലിയർ? സോ ഇതാണ് വിസ്കോസിറ്റി. സിലിക്ക എത്ര കൂടുതലാണ് അതാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ വോൾക്കാനിക് ലാൻഡ് ഫോമിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും. ഇഫ് യു ഹാവ് മോർ സിലിക്ക ദി ഷേപ്പ് ഈസ് നാരോ ബേസ് ആൻഡ് സ്റ്റീപ്പ് സ്ലോപ്പ്. That is the shape of a lava which creates such this acidic, that is the shape created by acidic lava. So endana shape? You have a narrow base and a steep slope. Kudal spread cheyilla ulla salam thanne pongi pongi po. Clear? Basic anengilo broad base and gentle slope. Can I say that? Shape of the volcano is different. This is your broad base and gentle slope. So that will be the shape of your basic lava. So നമുക്ക് ഓരോ സ്ഥലത്തും വോൾക്കാനിക് മൗണ്ടെയിൻസ് ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഷേപ്പ് അനുസരിച്ച് മനസ്സിലാവും അവിടുത്തെ ഇറപ്ഷൻ ബേസിക് ആണോ അതോ അസിഡിക് ആണോ. ക്ലിയർ? Now if I ask you the next question, that which will be more explosive അല്ലെങ്കിൽ which can be more explosive? യെസ്, ഏതായിരിക്കും എക്സ്പ്ലോസീവ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലുള്ളത്? ബേസിക് ആയിരിക്കും അസിഡിക് ആയിരിക്കും? അസിഡിക് പക്ക? എനിവൺ എൽസ്? തിരിച്ച്? ഇറ്റ് ഈസ് അസിഡിക്. റീസൺ എന്താണ്? ഇതെന്താണ്? ഈസിലി പ്ലേറ്റ് ക്രാക്ക് ആവുന്നു, ഈസിലി ഇറ്റ് ക്യാൻ ഫ്ലോ ആൻഡ് ഈസിലി സ്പ്രെഡ്. ഇതിന് അത്രയും പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല. ഫ്ലോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സോളിഡ് ആയി പോകും. സോളിഡ് ആകുമ്പോൾ ക്ലോസ് ആയി, ആ വെൻറ്റ് അങ്ങ് ക്ലോസ് ആയി. വെൻറ്റ് ക്ലോസ് ആകുമ്പം അകത്തുനിന്ന് വരുന്ന സാധനം പ്രഷർ അപ്ലൈ ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഇറ്റ് വിൽ ബ്ലാസ്റ്റ് ഇറ്റ്. പൊട്ടിച്ചിട്ടേ പുറത്തോട്ട് വരാൻ പറ്റൂ. യെസ് ഓ നോ? സോ നാച്ചുറലി ദിസ് പർട്ടിക്കുലർ ഏരിയ ഇവിടെ എക്സ്പ്ലോസീവ് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്കസ് അല്ലെങ്കിൽ നമ്മുടെ അസിഡിക് ലാവ ജനറലി എക്സ്പ്ലോഡ്സ് മോർ. ബേസിക് ലാവ ആർ ജനറലി സൈലൻറ്റ് ടൈപ്പ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ്. അതാണ് അവിടുത്തെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുക. മുന്നോട്ട് പോകാം. നെക്സ്റ്റ്, ഇത്രയും ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്താണ് ബേസിക് ഐഡിയ നമ്മൾ വോൾക്കാനിസത്തിൽ പറഞ്ഞ്? ഫസ്റ്റ്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ വോൾക്കാനോ ആൻഡ് വോൾക്കാനിസം. സെക്കൻഡ്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ലാവ ആൻഡ് എ മാഗ്മ. തേർഡ്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അസിഡിക് മാഗ്മ ഓർ അസിഡിക് ലാവ ആൻഡ് ബേസിക് മാഗ്മ ഓർ ബേസിക് ലാവ. ദാറ്റ് ഈസ് ആ ഡിഫറൻസ് ക്ലിയർലി മനസ്സിലാക്കുക. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ക്ലാസിഫിക്കേഷൻ ഓഫ് വോൾക്കാനിസം. ക്ലാസിഫിക്കേഷൻ ഓഫ് വോൾക്കാനിസം. ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എഴുതിക്കോ. ബേസ്ഡ് ഓൺ ഇൻറ്റൻസിറ്റി, ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി എഴുതിക്കോ. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇറപ്ഷൻ. ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി ഓഫ് ഇറപ്ഷൻ. Second is based on intensity of eruption. Intensity of eruption. Third one, based on location of eruption. We can classify this volcanism under three subheadings: based on frequency, based on intensity and based on location. Based on frequency എന്താണ്? എല്ലാവർക്കും അറിയാം. You have your active volcanic eruptions, you have your dormant volcanic eruptions and you have your extinct volcanic eruptions. എന്താണ് active volcanic eruptions? ഇടയ്ക്കിടയ്ക്ക് volcanic eruptions വന്നുകൊണ്ടേയിരിക്കുകയാണ്. It can be within ഒരു ഇയർ കഴിഞ്ഞ് അടുത്ത ഇയറിൽ വരാം. റൈറ്റ്? ആക്റ്റീവ് മീൻസ് ഇടയ്ക്കിടയ്ക്ക് വോൾക്കാനിക് ഇറപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോമൻ മീൻസ് സ്ലീപ്പിംഗ് വോൾക്കാനോ. ദി അതർ നെയിം ഫോർ ഡോമൻ ഈസ് സ്ലീപ്പിംഗ്. ദാറ്റ് ഈസ് കുറേ നാളായിട്ട് കണ്ടിട്ടില്ല, ഇനി എപ്പോൾ വേണേലും വരാം. വി എക്സ്പെക്ട് ഇറ്റ് ടു കം. ദാറ്റ് ഈസ് യുവർ ഡോമൻറ്റ്. എക്സ്റ്റിങ് മീൻസ് പണ്ട് വന്നിട്ടുണ്ട്, ഇനി വരുന്നില്ല, കുറേ നാളായിട്ട് ഇനി വരാനും പോകുന്നില്ല. നമുക്കവിടെ പ്ലേറ്റ് ഇൻട്രാക്ഷനൊക്കെ ഏകദേശം വീക്കായി, സോ അവിടെ ഇനി വരാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെയുള്ളതാണ് എക്സ്റ്റിങ് എന്ന് പറയുക. സോ ബേസിക്കലി യു ഹാവ് ത്രീ ടൈപ്സ്. ഡു യു ഹാവ് എനി ഓഫ് ദി ആക്റ്റീവ് എക്സാമ്പിൾസ് ഇൻ ഇന്ത്യ? Barren. So barren volcanic eruption is active example with respect to India. Do you have any dormant example in India? No. Do you have any extinct example?
ട്രാൻസ് ഹിമാലയൻ റീജിയനിൽ എക്സ്റ്റിങ്ക്റ്റ് ആണ്. വേറെ എന്തെങ്കിലും? നാർക്കൊണ്ടം കേട്ടിട്ടുണ്ടോ? നാർക്കൊണ്ടം. നമുക്ക് അണ്ടമാൻ നിക്കോബാർ ഏരിയാസിൽ യു ഹാവ് 2 വോൾക്കാനിക് ഐലൻഡ്സ്. വൺ ഈസ് യുവർ ബാരൻ, സെക്കൻഡ് ഈസ് നാർക്കൊണ്ടം. ദിസ് നാർക്കൊണ്ടം ഈസ് എക്സ്റ്റിങ്ക്റ്റ്, ബാരൻ ഈസ് ആക്റ്റീവ്. യു ഹാവ് ദീസ് 2 എക്സാമ്പിൾസ്. ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ്. ഹോംവർക്ക് ആയിട്ട് 3ൻ്റെയും എക്സാമ്പിൾസ് എഴുതി വെച്ചേക്കുക. ആക്റ്റീവ്, ഡോർമെൻറ്റ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റ്. ക്ലിയർ? 3 types of volcanic eruptions based on your frequency of eruption. Clear? So അത് ഇവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് based on intensity എന്തായിരിക്കും? Can I say explosive or second is effusive? Explosive or effusive? Explosive means പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉള്ളത്. Effusive means generally they are silent. Clear? So what decides? First thing നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബേസിക്സ് അവിടെ കഴിഞ്ഞു. എന്താണ്? If it is acidic it has a general tendency to explode. If it is basic it has a general tendency to become effusive type. അത് കൂടാതെ വേറെ കണ്ടീഷൻസ് വരുന്നത്, ഇപ്പോൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന സ്ഥലത്ത് ഇഫ് യു ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാപ്ഡ് വാട്ടർ വേപ്പർ ആൻഡ് ഗ്യാസസ് ഇൻ ദി ഏരിയ, റൈറ്റ്, ഇത് അടിയിലോട്ട് വരുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ഒരുപാട് വാട്ടർ വേപ്പറും ഗ്യാസസും ഉണ്ടെങ്കിൽ അഗെയിൻ ഇറ്റ് ക്രിയേറ്റ്സ് പ്രഷർ ആൻഡ് ഇറ്റ് ക്യാൻ എക്സ്പ്ലോഡ്. സോ ഓൾവേസ് വി കനോട്ട് സേ ബേസിക് വിൽ ബി വെരി സൈലൻറ്റ്. Sometimes if it has huge amount of water vapor and gases trapped in the area, it can explode. Clear? So explosion avade varar undu chala samayathu effusive cheriya explosions varam. So what are the conditions? First condition basic and acidic, that will decide. Second condition amount of water vapor and gases present, that will decide. Clear? So ee rendu basic conditions will decide will it explode or not. നമുക്ക് എക്സ്പ്ലോസീവിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് മൗണ്ട് ക്രാക്കട്ടോവ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രാക്കട്ടോവ എക്സ്പ്ലോഷൻ ഈസ് വൺ ഓഫ് ദി ഫേമസ് വൺ. 19th century in last phase ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഇൻ ഇന്തോനേഷ്യ ആൻഡ് ദി സൗണ്ട് ഓഫ് എക്സ്പ്ലോഷൻ വാസ് ഹേർഡ് ഇൻ ഓസ്ട്രേലിയ. സോ ഇറ്റ് വാസ് ദാറ്റ് ഹ്യൂജ്. സോ ദീസ് ആർ ജനറലി എക്സ്പ്ലോസീവ് ടൈപ്പ് ഓഫ് ഇറപ്ഷൻ. ഹവായിയൻ ഐലൻഡ്സ് കേട്ടിട്ടുണ്ടോ? ദേ ആർ ജനറലി റിലേറ്റീവ്ലി വീക്കർ എക്സ്പ്ലോസീവ് വോൾക്കാനിക് ഇറപ്ഷൻസ്. ഒരുപാട് സ്ട്രോങ് എക്സ്പ്ലോഷൻ അവിടെ ഉണ്ടാവില്ല. ക്ലിയർ? സോ ദിസ് ഈസ് യുവർ എക്സ്പ്ലോസീവ് ടൈപ്സ്. സോ യെസ്, നാച്ചുറലി എക്സ്പ്ലോഡ് ചെയ്യുന്നു. ദിസ് ഈസ് യുവർ placid type, relatively weaker ആയിരിക്കും. Clear? So I will come to this particular slide കുറച്ചുകൂടെ കഴിഞ്ഞ്. Now താഴെ ഒരു ടൈപ്പും കൂടെ എഴുതി വെച്ചേക്കോ. One more classification if you have space. Fourth one, based on nature of eruption. Based on nature of eruption. Based on nature of eruption. അതിനകത്ത് രണ്ട് സാധനം എഴുതി വെക്കുക. വൺ ഈസ് സെൻട്രൽ ടൈപ്പ്, സെക്കൻഡ് ഈസ് ഫിഷർ ടൈപ്പ്. വൺ ഈസ് സെൻട്രൽ ടൈപ്പ്, സെക്കൻഡ് ഈസ് ഫിഷർ ടൈപ്പ്. ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ടൈപ്പിൽ യു വിൽ ഹാവ് എ ഇൻഡിവിജ്വൽ സെൻട്രൽ പൈപ്പ്. ആ പൈപ്പിലൂടെ ആയിരിക്കും വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാവുക. ഫിഷർ ടൈപ്പിൽ നമ്മുടെ എർത്തിൻ്റെ സർഫസ്, ആ സർഫസിലൊരു ക്രാക്ക് ഉണ്ടാവും. ക്രാക്ക് ഉണ്ടായിട്ട് അവിടെ മൊത്തം ലാവ സ്പ്രെഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൈവേർജൻസ് നോക്കിയിരുന്നു. ഡൈവേർജൻസിൽ എന്താ ഉണ്ടായത്? പ്ലേറ്റ് ക്രാക്കായിട്ട് ലീനിയർലി ലാവ സ്പ്രെഡായി തുടങ്ങി രണ്ട് സൈഡിലോട്ടും. ദാറ്റ് ഈസ് യുവർ ഫിഷർ ടൈപ്പ്. ചില സ്ഥലത്ത് ഇൻഡിവിജ്വൽ പോയിന്റിലായിരിക്കും വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാവുക. ആ ഇൻഡിവിജ്വൽ പോയിന്റിലുള്ള വോൾക്കാനിക് ഇറപ്ഷൻസ് ആണ് നമ്മൾ സെൻട്രൽ ടൈപ്പ് എന്ന് പറയുക. സോ സെൻട്രൽ ടൈപ്പ് വോൾക്കാനിക് ഇറപ്ഷൻ യു വിൽ ഗെറ്റ് കോണിക്കൽ ഫോർമേഷൻസ്. ഫിഷർ ടൈപ്പ് വോൾക്കാനിക് ഇറപ്ഷൻസ് യു വിൽ ഗെറ്റ് ക്രാക്ക്, എന്നിട്ട് വോൾക്കാനിക് ലാവ സ്പ്രെഡ് ചെയ്യും. Can you give me example of this one? Deccan trap കേട്ടിട്ടുണ്ടോ? എവിടെയാ ഡെക്കൻ ട്രാപ്പ്? എവിടെയാ ഡെക്കൻ ട്രാപ്പ്? യെസ്, നോ ഐഡിയ. ഡെക്കൻ പ്ലാറ്റു എവിടെയാ? ദിസ് ഈസ് അവർ സദേൺ ഇന്ത്യ പെനിൻസുല. ഇവിടെ ഇത്രയും പോർഷനിൽ നമുക്ക് ബ്ലാക്ക് സോയിൽ കിട്ടാറുണ്ടെന്ന് അറിയാമോ? ക്ലിയർ? ആ ബ്ലാക്ക് സോയിൽ കിട്ടുന്ന ആ ഏരിയനെയാണ് നമ്മൾ ഡെക്കൻ ട്രാപ്പ് എന്ന് വിളിക്കുക. ആ ഏരിയ എങ്ങനെ ഉണ്ടായതാണ്? അവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് റെഫർഡ് ആസ് ഹോട്ട് സ്പോട്ട് വോൾക്കാനിക് ഇറപ്ഷൻ. എഴുതി വെച്ചോ. യു ഹാവ് എക്സ്പീരിയൻസ്ഡ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വോൾക്കാനിക് ഇറപ്ഷൻ ദാറ്റ് ഈസ് റെഫർഡ് ആസ് ഹോട്ട് സ്പോട്ട് വോൾക്കാനിക് ഇറപ്ഷൻ. സോ ആ ഹോട്ട് സ്പോട്ട് വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണമാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ ലാവ സ്പ്രെഡ് ആയത്.
സോ ഇറ്റ് വാസ് എ ക്രാക്ക്, പ്ലേറ്റിൽ ക്രാക്ക് ഉണ്ടായിട്ടാണ് പല ഡിഫറെൻറ്റ് ഏരിയയിൽ ലാവ സ്പ്രെഡ് ആയത്. സോ അത് ഒരുപാട് ഏരിയ വരെ സ്പ്രെഡ് ആയിട്ടുണ്ട്. സോ ദാറ്റ് ഏരിയ ഈസ് റെഫേർഡ് ആസ് ഡെക്കൻ ട്രാപ്പ് ഇൻ ഇന്ത്യ. Clear? So what is the difference? Central type you will get a cone, fissure type you will get a crack. As a result of that, lava will start spreading here. Clear? ഇതാണ് സെൻട്രൽ ടൈപ്പ് വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുക. പൈപ്പ് ഉണ്ടാവും, അതിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യും. ക്ലിയർ? നമ്മൾ കുറച്ച് മുന്നേ എഫ്യൂസീവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ദിസ് ഹവായിയൻ ഐലൻഡ്സ്, അവിടെ നടക്കുന്ന എക്സാമ്പിൾസ് വോൾക്കാനിക് ഇറപ്ഷൻസ്, ദേ ആർ എക്സാമ്പിൾസ് ഓഫ് എഫ്യൂസീവ്. എക്സ്പ്ലോഷൻ ഒന്നുമില്ല, ഇത് സിംപ്ലി ക്രാക്ക് ആയിട്ട് ലാവ വന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? കുറച്ചുകൂടെ എക്സ്പ്ലോസീവ്, നമുക്ക് സ്ട്രംബോലിയൻ ഇറപ്ഷൻ കേട്ടിട്ടുണ്ടോ? മൗണ്ട് സ്ട്രംബോലി ഉണ്ട് ഇറ്റലി. ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ലൈറ്റ് ഹൗസ് ഓഫ് ദി മെഡിറ്ററേനിയൻ. കാരണം എപ്പോഴും വോൾക്കാനിക് ഇറപ്ഷൻസ് അവിടെ നടന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് റെഫേർഡ് ആസ് ലൈറ്റ് ഹൗസ് ഓഫ് ദി മെഡിറ്ററേനിയൻ. സോ അവിടെ ചെറിയ രീതിയിൽ എക്സ്പ്ലോഷൻ വരാറുണ്ട്, കാരണം കുറച്ച് amount ഓഫ് ട്രാപ്ഡ് ഗ്യാസസ് ആൻഡ് വാട്ടർ പാർട്ടിക്കിൾസ് അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് ഈസ് സ്ലൈറ്റ്ലി എക്സ്പ്ലോഡ്സ്. ഇറ്റലി തന്നെ യു ഹാവ് വിസൂവിയൻ, മൗണ്ട് വിസൂവിയൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അവിടെ യു ഹാവ് വെരി സ്ട്രോങ് എക്സ്പ്ലോഷൻസ്. ക്ലിയർ? സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് എക്സ്പ്ലോസീവിൻ്റെ കണ്ടീഷനിൽ എക്സാമ്പിൾസ് പറയാറുണ്ട്. ദീസ് ആർ ജസ്റ്റ് എക്സാമ്പിൾസ് ഹിയർ. സോ അതവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹൗ ക്ലിയർ? സോ ഇത്രയും പോർഷൻ ഞാൻ മാറ്റുവാണ്. ഐ വിൽ ഡീൽ വിത്ത് ദി ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. Based on location, we have two types. One is intrusive, second is extrusive. Intrusive and extrusive. So പേരിൽ തന്നെ ഉണ്ട്, എന്താ ഡിഫറൻസ്? Intrusive means lava will not reach the surface, it settles down inside the earth's crust. Extrusive means the lava reaches the earth's surface, മേളിൽ വന്ന് ഇറപ്റ്റ് ചെയ്യും. അതെങ്ങനെയായിരിക്കും? യു ഹാവ് ദി ആൻസർ നൗ. തിങ്ക് അബൌട്ട് ഇറ്റ്. ബേസിക് ആണെങ്കിൽ സർഫസിൽ എത്തത്തില്ലേ? ബേസിക് ആകുമ്പോൾ ഈസിലി ഒഴുകും. ഈസിലി ഒഴുകി കഴിഞ്ഞാൽ അത് മൂവ് ചെയ്ത് സർഫസ് വരെയൊക്കെ എത്തും. സോ ഇറപ്ഷൻ ക്യാൻ ബി ഓവർ ദി സർഫസ്. ഇനി അസിഡിക് എത്തത്തില്ലെന്നല്ല പറയുന്നത്, അസിഡിക്കും എത്താറുണ്ട് പല സമയത്തും. ഇനി ചില സമയത്ത് അസിഡിക് മീൻസ് പെട്ടെന്ന് ഒഴുകാൻ പറ്റത്തില്ല. അപ്പം പതുക്കെ ഒഴുകി വരുമ്പോഴത്തേക്ക് വഴി വെച്ച് തന്നെ അങ്ങ് തണുത്തു പോകും. തണുത്തു പോയി കഴിഞ്ഞാൽ അകത്ത് തന്നെ സോളിഡിഫൈ ചെയ്യും. അങ്ങനെ അകത്ത് സോളിഡിഫൈ ചെയ്യുവാണെങ്കിൽ ദേ ആർ റെഫേർഡ് ആസ് ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്. സോ ഏതെങ്കിലും ലാവ പുറത്ത് വന്നിട്ട് ഇറപ്റ്റ് ചെയ്തിട്ട് ലാൻഡ് ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് എക്സ്ട്രൂസീവ്. ഏതെങ്കിലും ലാവ അകത്ത് തന്നെ സോളിഡിഫൈ ആവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ്. ക്ലിയർ? കുറച്ച് പേരുകൾ നമുക്കിവിടെ ടെക്നിക്കൽ നെയിംസ് ഉണ്ട്. ആ നെയിംസ് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകണം. 10 മിനിറ്റ്. ക്ലിയർ? സോ വി ഹാവ് ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ്. സോ എക്സ്ട്രൂസീവിൽ പുറത്ത് വരുന്നു ലാവ, ഇൻട്രൂസീവിൽ പുറത്ത് വരുന്നില്ല. സോ കുറച്ച് ബേസിക് പേരുകളുണ്ട്. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് നമുക്ക് എഴുതാം, അത് കഴിഞ്ഞ് പഠിക്കാം. വൺ ഈസ് സംതിങ് റെഫേർഡ് ആസ് സിൽ or sheet. Second is lopolith. Second is lacolith. Third is phacolith. Then we have batholith. Then we have dike. ഇങ്ങനെ കുറേ പേരുകളുണ്ട്, കേട്ടിട്ടുണ്ടോ? ഓൾ ദീസ് ആർ റെഫേർഡ് ആസ് ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ്. സോ ഒന്ന് മനസ്സിലാക്കി പോവുക, അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരാം. സോ ഐ എം കമ്മിങ് ഹിയർ എക്സ്പ്ലെയിനിങ് ദിസ് പർട്ടിക്കുലർ തിങ്. ഇൻട്രൂസീവ് സിംപ്ലി ഇത്രയും മനസ്സിലാക്കുക. ഇൻട്രൂസീവ് എന്താണ്? ജനറലി ദേ ആർ അസിഡിക് ലാവ. അത് മേലോട്ട് വരാൻ ശ്രമിച്ചു, വരുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു? വഴിയിൽ എവിടെയോ സോളിഡിഫൈ ചെയ്തു. ഇനി ഏത് ഷേപ്പിലാണ് അവർ സോളിഡിഫൈ ആവുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പേര് വീഴുന്നത്. ക്ലിയർ? സോ ഇതെല്ലാം അടിയിൽ തന്നെ സോളിഡിഫൈ ആവുന്ന സ്ട്രക്ചേഴ്സാണ്. അതിൻ്റെ ഏത് ഷേപ്പിലാവുന്നു അതിനനുസരിച്ച് പേര് വഴി, അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ക്ലിയർ? സോ പേര് ഓർത്തിരിക്കാൻ ശ്രമിക്കുക, ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. റൈറ്റ്? നേരത്തെ കേൾക്കാത്തവർക്ക് കേട്ടിട്ടുള്ളവർക്ക് എളുപ്പമാണ്. സപ്പോസ് ദിസ് ഈസ് മൈ എർത്ത് സർഫസ്. സർഫസിൽ നമുക്കറിയാം നമുക്ക് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട് എർത്തിൽ. നൗ സപ്പോസ് ദിസ് ഈസ് എ ഹ്യൂജ് മാഗ്മ ചേംബർ ഇൻസൈഡ്. അകത്ത് നമുക്ക് കുറേ കൂടുതൽ മാഗ്മ ഉള്ള ഒരു ചേംബറാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ മാഗ്മ കിടപ്പുണ്ട്. ഓക്കെ. ഇനി ചില സമയത്ത്
ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഇതങ്ങ് സോളിഡിഫൈ ആയിപ്പോവും. ഇവിടെ എത്തുമ്പോൾ തന്നെ സോളിഡിഫൈ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇത്രയും വലിയൊരു ഫോർമേഷൻസ് കിട്ടും. ഇത്രയും വലുതായിട്ടൊരു ഫോർമേഷൻ എവിടെയെങ്കിലും കൂളായിട്ട് സോളിഡായിട്ട് വലിയ കല്ലുണ്ടാവുകയാണെങ്കിൽ വി ജനറലി കോൾ ഇറ്റ് ബാത്തോലിത്ത്. സോ ഇങ്ങനത്തെ മാസീവ് ഫോർമേഷൻ അകത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ വി ജനറലി കോൾ ഇറ്റ് ബാത്തോലിത്ത്, മാസീവ് ഫോർമേഷൻ. ക്ലിയർ? ഞാൻ വരയ്ക്കാൻ സമയം തരാം, ഒന്ന് കേട്ടിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. സോ ഇവിടെ നോക്കിയോ, ഇനി എന്താ സംഭവിക്കുക? ചില സമയത്ത് ഇത് ഉരുകുന്നതിന് മുന്നേ ഇവിടുന്ന് ലാവ മേളിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഇടയ്ക്ക് ഇത് പ്ലേറ്റിലൊക്കെ ക്രാക്ക് ചെയ്തിട്ട് മേളിലോട്ട് ട്രാവൽ ചെയ്യും. ഇനി മേളിലോട്ട് ട്രാവൽ ചെയ്യുന്ന വഴിക്ക് സപ്പോസ് ഇത് ജോയിൻസിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യും. ഇനി ഈ സ്പ്രെഡ് ചെയ്യുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആണെങ്കിൽ വി കോൾ ഇറ്റ് സിൽ. ഈ ഹൊറിസോണ്ടൽ സ്പ്രെഡ് ചെയ്തതിൻ്റെ തിക്നെസ് ഒരുപാട് കുറവാണെങ്കിൽ വി കോൾ ഇറ്റ് ഷീറ്റ്. ക്ലിയർ? സോ ഹൊറിസോണ്ടൽ ഷേപ്പിൽ എവിടെയെങ്കിലും കൂളാവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് സിൽ, തിക്നെസ് കുറവാണെങ്കിൽ ഷീറ്റ്. ഇനി ചില സമയത്ത് ഇത് മേലോട്ട് വരുന്ന കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ സോസർ ഷേപ്പിൽ ഡെപ്പോസിറ്റ് ആവും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചെറിയ രീതിയിൽ സോസർ ഷേപ്ഡ്. സോ ക്യാൻ ഐ സേ ദിസ് ഇസ് ലോ? ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോ. ഓർത്തിരുന്നാൽ മതി, ലോ ഫോർ ലോപ്പോലിത്ത്. സോസർ ഷേപ്പ് ഡെപ്പോസിറ്റ് വരുവാണെങ്കിൽ ദിസ് ഈസ് റെഫേർഡ് ആസ് അവർ ലോപ്പോലിത്ത്. ക്ലിയർ? ഇനി ചില സ്ഥലങ്ങളിൽ ഈ ലാവ തന്നെ മേലോട്ട് കയറി വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഇൻവേർട്ടഡ് സോസർ ഷേപ്പ് അല്ലെങ്കിൽ ഡോം ഷേപ്പിൽ ഡെപ്പോസിറ്റ് ആവും. ഡോം ഷേപ്പിൽ ഡെപ്പോസിറ്റ് ആവുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ലാക്കോലിത്ത്. സോ ദിസ് ഈസ് മൈ ലോപ്പോലിത്ത് ആൻഡ് ദിസ് ഈസ് മൈ ലാക്കോലിത്ത്. സി ലാക്കോലിത്ത്, ലോപ്പോലിത്ത് ഏതാണ്? ദിസ് വൺ, ലോ. ദിസ് ഈസ് ലോപ്പോലിത്ത്. ലോപ്പോലിത്ത് ഏതാണ്? ലോ. ലാക്കോലിത്ത് ഏതാണ്? നേരെ തിരിച്ച്, ദാറ്റ് ഈസ് യുവർ ലാക്കോലിത്ത്. ക്ലിയർ? ഇനി ചില സ്ഥലങ്ങളിൽ ഈ ലാവ മേലോട്ട് വന്നിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് വരും. ദാറ്റ് ഈസ് സപ്പോസ് യു ആർ ഗെറ്റിംഗ് ദിസ് പർട്ടിക്കുലർ ഫോർമേഷൻ ഹിയർ ആൻഡ് സപ്പോസ് ദിസ് പർട്ടിക്കുലർ ഫോർമേഷൻ ഹിയർ. ഇതിൻ്റെ സൈമൾട്ടേനിയസ്ലി, ദാറ്റ് ഈസ് യു ആർ ഗെറ്റിംഗ് എ ക്രസ്റ്റ് ആൻഡ് യു ആർ ഗെറ്റിംഗ് എ ട്രഫ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഫാക്കോലിത്ത്. ക്ലിയർ? ഇനി ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വേർട്ടിക്കൽ എൻഡ്സ് മാത്രം നിൽക്കും. ഇതൊരു വെർട്ടിക്കൽ ബ്രാഞ്ച് അല്ലേ? ഇനി ഇവിടുന്ന് ലാവ ചിലപ്പോൾ മേലോട്ട് കയറിയപ്പം ഇവിടെ ഒരു വെർട്ടിക്കൽ ഡെപ്പോസിറ്റ് നടന്നു. ഇങ്ങനെ വെർട്ടിക്കൽ ഓർ നിയർ വെർട്ടിക്കൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ഡൈക്ക്. സോ ഒന്നുമില്ല, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതെന്താണ്? ഈ ലാവ അകത്തുനിന്ന് ട്രാവൽ ചെയ്ത് മേലോട്ട് വരാൻ ശ്രമിക്കുകയാണ്. വരുന്ന വഴിക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ സെറ്റിലായി. ആ സെറ്റിൽ ആവുന്നതിനനുസരിച്ച് ഓരോ പേര് വീഴും. ഏതാണ് സെറ്റിൽ ആവുന്നത്? ഇഫ് ഇറ്റ് ഈസ് എ ഹ്യൂജ് മാസീവ് ഡെപ്പോസിറ്റ് വി കോൾ ഇറ്റ് ബാത്തോലിത്ത്. ക്ലിയർ? ഇഫ് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡെപ്പോസിറ്റ് it will be sill. If it is very thin, it is sheet. If it is saucer shaped, that is low, it is lopolith. If it is dome shaped, it is lacolith. If it is the combination of both, that is this and this is your facolith. If it is vertical or near vertical, it is your dike. Clear? So these are your intrusive volcanic landforms. So you can see it here. നമുക്ക് ജിയോഗ്രഫി പഠിക്കുന്ന ജി സി ലിയോങ് എന്ന് പറയുന്നൊരു കോമൺ ബുക്ക് ഉണ്ട്. അതിനകത്ത് ഫിഗർ ആണിത്. ബട്ട് അതിനകത്ത് പ്ലീസ് സിൽ ഒരു മിസ്റ്റേക്ക് ആണ്. ഇവിടെ സിൽ സ്ട്രെയിറ്റ് ആണ്. സിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആണ് വരിക. ദിസ് ഈസ് മാസീവ് ഡെപ്പോസിറ്റ്, ദാറ്റ് ഈസ് യുവർ ബാത്തോലിത്ത്. ദിസ് ഈസ് യുവർ ലോപ്പോലിത്ത്. സിൽ സ്ട്രെയിറ്റ് ആയിരിക്കും. ദിസ് ഈസ് യുവർ വെർട്ടിക്കൽ ഓർ നിയർ വെർട്ടിക്കൽ ഡൈക്ക്. ദിസ് ഈസ് യുവർ വേവി, ദാറ്റ് ഈസ് ഫാക്കോലിത്ത്. ദിസ് ഈസ് യുവർ ലാക്കോലിത്ത്. സോ ദീസ് ആർ intrusive volcanic eruptions. Is that clear? പക്ക? 2-3 സാധനം കൂടെ പറയാനുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കുമല്ലോ, ഒരു 5 മിനിറ്റ് ഇരിക്കുമോ? വിശപ്പായോ? കുഴപ്പമില്ല, 5 മിനിറ്റ്സ് പെട്ടെന്ന് തീർത്ത് തരാം. ക്ലിയർ? ദിസ് ഈസ് യുവർ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ്ഫോംസ് ആയിരുന്നു. പേരുകളെല്ലാം ഓർമ്മ നിൽക്കുമല്ലോ, മറക്കില്ലല്ലോ. റൈറ്റ്? സിൽ ഓർ ഷീറ്റ്, ലോപ്പോലിത്ത്, ലാക്കോലിത്ത്, ഫാക്കോലിത്ത്, ബാത്തോലിത്ത് ആൻഡ് ഡൈക്ക്. ഓക്കെ, നെക്സ്റ്റ് 2-3 പേര് ഓർത്തിരുന്നോ. ദാറ്റ് ഈസ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ഇറപ്ഷൻസിൽ സോ ഇതെല്ലാം ഇൻട്രൂസീവ്. നെക്സ്റ്റ് ഈസ് എക്സ്ട്രൂസീവ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫസ്റ്റ് ഈസ് ഷീൽഡ് വോൾക്കാനോ. സെക്കൻഡ് ഈസ് composite volcano. Third is, we can mention crater. Fourth is, you can mention caldera.
ക്ലിയർ? ഈ 4 ഏകദേശം ഓർത്തിരിക്കുക അറ്റ്ലീസ്റ്റ്. സോ ഷീൽഡ് വോൾക്കാനോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള കാര്യമേ ഇല്ല ഇവിടെ. സിമ്പിൾ ഇത്ര ആലോചിക്കുക. വി ഹാവ് ക്ലാസിഫൈഡ് ഇനിഷ്യലി 2 ടൈപ്സ്, അസിഡിക് ആൻഡ് ബേസിക്. ബേസിക്കിൻ്റെ കണ്ടീഷൻ എന്താണ്? അയൺ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്, വിസ്കോസിറ്റി കുറവാണ്, സോ ഇറ്റ് വിൽ ഈസിലി സ്പ്രെഡ്. സച്ച് വോൾക്കാനിക് ഇറപ്ഷൻസ് ആർ റെഫേർഡ് ആസ് ഷീൽഡ് വോൾക്കാനോ. ഇവിടുത്തെ ഷേപ്പ് എങ്ങനെ ആയിരിക്കും? യു ഹാവ് എ ബ്രോഡ് ബേസ് ആൻഡ് എ ജെൻറ്റിൽ സ്ലോപ്പ്. ആർ ദേ എക്സ്പ്ലോസീവ് ഓർ ലെസ് എക്സ്പ്ലോസീവ്? ദേ ആർ ലെസ് എക്സ്പ്ലോസീവ്. അങ്ങനെയുള്ളതാണ് നമ്മൾ ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുമ്പോൾ. So shield volcano, can I say these are the largest volcanoes seen in the world? എന്തുകൊണ്ടാണ് ലാർജസ്റ്റ് എന്ന് പറയുക? ബിക്കോസ് ഇറ്റ് കവേഴ്സ് മാക്സിമം ഏരിയ, കൂടുതൽ ഏരിയ സ്പ്രെഡ് ചെയ്യും ബേസിക് ആകുമ്പോൾ. സോ ജനറലി ദേ ആർ ദി ലാർജസ്റ്റ് വൺ. ദാറ്റ് ഈസ് ഷീൽഡ്. ഷീൽഡ് മീൻസ് ബേസിക് ലാവ, ഇറ്റ് വിൽ നോട്ട് എക്സ്പ്ലോഡ്, യു ഹാവ് എ ബ്രോഡ് ബേസ് ആൻഡ് എ ജെൻറ്റിൽ സ്ലോപ്പ്. കമ്പോസിറ്റ് നേരെ തിരിച്ചു. ദാറ്റ് ഈസ് അസിഡിക് ലാവ ആയിരിക്കും. അസിഡിക് ലാവ ആകുമ്പോൾ യു ഹാവ് എ നാരോ ബേസ് ആൻഡ് എ സ്റ്റീപ്പ് സ്ലോപ്പ്. Will it be explosive? Yes, they are highly explosive. ഇതിനെ കമ്പോസിറ്റ് എന്ന് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വരുന്ന ഇറപ്ഷൻ ഇവിടെ എല്ലാം ഉണ്ടാവുക, ആദ്യത്തെ ലെയർ അതൊരു സ്ട്രോങ് എക്സ്പ്ലോഷൻ ആയിരിക്കും. എക്സ്പ്ലോഷൻ കാരണം കുറേ ആഷസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ആഷസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഇവിടെ വന്ന് സെറ്റിൽ ആവും കുറച്ച് കഴിയുമ്പോൾ. അതിന് മേളിൽ വീണ്ടും അടുത്ത ലെയർ സ്പ്രെഡ് ആവും. അതിന് മേളിൽ വീണ്ടും ആഷസ് ആൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് വന്ന് വീഴും. വീണ്ടും അടുത്ത ലെയർ ലാവ സ്പ്രെഡ് ആവും. ദാറ്റ് ഈസ് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ആഷസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അനദർ ലെയേഴ്സ് ഉണ്ടാക്കും. ദാറ്റ്സ് വൈ വി കോൾഡ് ഇറ്റ് ദിസ് കമ്പോസിറ്റ് വോൾക്കാനോ. ഇതിനെ വേറെ ഒരു പേരും പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് സ്ട്രാറ്റോ വോൾക്കാനോ. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടുന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറ്റ്സ് സിമ്പിൾ. ഇനി ക്രാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വോൾക്കാനോടെ ടോപ്പ് എൻഡിൽ യു ഗെറ്റ് എ ഡിപ്രഷൻ. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ മെറ്റീരിയൽ കൂളായി കഴിയുമ്പോൾ ഇറ്റ് ഷ്രിങ്ക്സ്. ആ ഷ്രിങ്ക് ആകുമ്പം ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാവും. ആ ഡിപ്രഷനെയാണ് നമ്മൾ ക്രാറ്റർ എന്ന് പറയുക. അതെവിടെ കിട്ടുന്നത്? വോൾക്കാനോടെ വെൻറ്റിൽ ടോപ്പ് ഏരിയയിൽ യു ഗെറ്റിംഗ് എ ഡിപ്രഷൻ. ദാറ്റ് ഈസ് യുവർ ക്രാറ്റർ. ഇനി ചില സമയത്ത് ഈ ക്രാറ്റർ ഏരിയ സ്ട്രോങ്ലി എക്സ്പ്ലോഡ് എങ്ങനെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് സപ്പോസ് വെള്ളം കെട്ടിക്കിടന്നിട്ട് മഴ പെയ്തപ്പോൾ വെള്ളം കെട്ടിക്കിടന്നു, ഡിപ്രഷനാണ്. ഇനി ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ എക്സ്പ്ലോഡ് ചെയ്യും. അതായത് വെള്ളത്തിൽ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൗത്ത് ഫുൾ ഡാമേജ് ആവില്ലേ? ദാറ്റ് മീൻസ് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ can I say you will get something like this? മൗത്ത് കൊളാപ്സ്, മൗത്ത് എക്സ്പ്ലോഡ് ചെയ്യും, വലുതാവും. Such formation is referred as caldera, right? So enlarged mouth of a volcanic eruption is referred as caldera. So caldera രണ്ട് രീതിയിൽ ഉണ്ടാകാം. വൺ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഇവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. സെക്കൻഡ് ഒരു കാരണം കൂടെ വരാം. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ മാഗ്മ എല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് ഒരു ഹോളോ ക്യാവിറ്റി ഉണ്ടാവും. ഹോളോ ക്യാവിറ്റി വന്നു കഴിഞ്ഞാൽ ഈ പോർഷൻ എല്ലാം കൂടി ഇടിഞ്ഞങ്ങ് താഴോട്ട് പോകും. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ മൗത്ത് ഒന്ന് വലുതാവും. സോ ദാറ്റ് ഈസ് യുവർ caldera. So these are basic your extrusive landforms in this particular area. So it is your volcano. So volcanoയുടെ origin എങ്ങനെ പഠിക്കണമെങ്കിൽ you have to discuss plate tectonics. So plate tectonics ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. അവിടെ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാവും. വോൾക്കാനോ എങ്ങനെയാണ് ഒറിജിൻ ആവുക. But these are various classifications. You have your എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? Based on frequency of eruption, active, dormant and right extinct. Based on nature of eruption, it can be central type or fissure type. Based on the intensity of eruption, it can be effusive or explosive. And last ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, based on its location, it can be intrusive or it can be extrusive. So intrusive landforms ആണ് നമ്മൾ ആദ്യം പഠിച്ച കുറേ പേരുകൾ, സിൽ, ലാക്കോലിത്ത്, ലോപ്പോലിത്ത് എല്ലാം. These are your extrusive landforms. So that is all about your volcanism. So we have completed കുറച്ച് ബേസിക് ജിയോമോർഫോളജി എന്താണ് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് we have discussed the interior of the earth, earthquake, and we have discussed volcanism. So hope it's clear. Shall we wind up? Okay then, thank you.